സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് ആരോപിച്ച് പോലീസ് പീഡനം അനുഭവിക്കേണ്ടി വന്ന അധ്യാപകന് 23 വർഷത്തിനു ശേഷം നീതി ലഭിച്ചിരിക്കുന്നു. ബത്തേരി സ്വദേശിയായ കെ സുരേന്ദ്രനാണ് നഷ്ടപരിഹാരമായി കോടതി 12.5 ലക്ഷം രൂപ നൽകാൻ വിധിച്ചത്. ഡയറ്റിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു പോലീസ് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. മുത്തങ്ങ സമരത്തിനു ശേഷമാണ് ഡയറ്റിൽ ഗസറ്റഡ് റാങ്ക് അധ്യാപകനായിരുന്ന സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്നായിരുന്നു ആരോപണം. 32 ദിവസം ജയിലിൽ കിടന്ന സുരേന്ദ്രൻ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനും ഇരയായി. നിനക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെയാടാ ഡേഷ് മോനെ നിന്റെ ഫോൺ നമ്പറും പേരും ഗീതാനന്ദന്റെ ഡയറിയിൽ പച്ചമഷിക്ക് രേഖപ്പെടുത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടാണ് അന്ന് എന്നെ ചവിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്തായാലും ജോലിയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം നിയമ നടപടികൾക്ക് മുതിരാം എന്ന് വിചാരിച്ചിരുന്നു. മർദ്ദനത്തിൽ ശരീരം തളർന്നുവെങ്കിലും തനിക്കെതിരെ എടുത്ത വ്യാജ കേസിനും ക്രൂരമർദ്ദനത്തിനും പോലീസിനെതിരെ സുരേന്ദ്രൻ നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങി. ഒടുവിൽ സുരേന്ദ്രന്റെ വാദം ശരിവെച്ച് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ബത്തേരി സബ് കോടതി വിധിച്ചു. എന്നാൽ 2020 സർക്കാർ ഈ വിധിക്കെതിരെ വീണ്ടും അപ്പീൽ പോയി. ഈ അപ്പീൽ തള്ളിക്കൊണ്ട് കീഴ്ക്കോടതി വിധിച്ച നഷ്ടപരിഹാര തുക ഇരട്ടിയിലധികം നൽകാനാണ് വയനാട് ജില്ലാ കോടതി ഉത്തരവിട്ടത്. ക്രിമിനൽ കേസ് ഇവർ കോഷ് ചെയ്തു, പോലീസുകാർ കോഷ് ചെയ്യുകയും സിവിൽ കേസ് ബത്തേരി കോടതിയിൽ നിന്ന് ഞാൻ ഫീസ് അടച്ചില്ല എന്ന കാരണത്താൽ ഡിസ്മിസ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും ഈ 2 കേസുകളും പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയെങ്കിലും ക്രിമിനൽ കേസ് പുനരുജ്ജീവിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ സിവിൽ കേസ് ബത്തേരി സബ് കോടതിയിൽ തുടരാനുള്ള ഒരു ഓർഡർ എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അങ്ങനെ അതിൻ്റെ ബലത്തിലാണ് ഞാൻ അന്ന് ഇൻഡിജൻ്റ് OP ആയിട്ട് ഈ കേസ് ഫയൽ ചെയ്യുന്നത്. 2 പതിറ്റാണ്ടായി നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുരേന്ദ്രൻ അനുകൂലമായ കോടതി വിധി വരുന്നത്. സർക്കാർ ഇനിയും മേൽക്കോടതിയെ സമീപിച്ചാൽ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് സുരേന്ദ്രന്റെ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.